മധു കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ആഘോഷിക്കപ്പെടുക കള്ളനെ പിടിച്ചവരുടെ സെൽഫികളായിരുന്നു. കൊലയ്ക്ക് ശേഷവും ന്യായീകരണങ്ങൾക്ക് കുറവില്ല. 300ഓളം കടകളിൽ കയറിയിട്ടുണ്ട്. ഈ മുക്കാലി, താവളം, ആനമൂളി ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിലെ ആൾക്കാരുടെ മധുവിന്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അഗളി ഭാഗത്തേക്കൊന്നും ഇവരധികം വരാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഒരുപാട് കടകൾ കുത്തി തുറന്ന് ഇവർ മാവോയിസ്റ്റിന് സാധനം കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ലോഡ് കണക്കിന് സാധനങ്ങൾ കൊണ്ടുപോവുകയും പോലീസുകാർ എത്രയോ ദിവസം ഉറക്കമൊഴിച്ചിരുന്നിട്ട് ഇയാളെ കിട്ടാതെ ഇപ്പം മല്ലീശ്വരമുടിയുടെ ചോട്ടിൽ ഇവിടെ ഒരു 10-40 ജനങ്ങൾ കൂടി പോയി ഇയാളെ പിടിച്ച് കൊണ്ടുവരികയും ചെയ്താണ്. അല്ലാണ്ട് ഒരു പാക്കറ്റ് മല്ലിപ്പൊടി എടുത്തോ അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് സാധനം എടുത്തു എന്നുള്ളതല്ല. എന്തെടുത്താലും കള്ളം തന്നെയാണ്. വണ്ടി പിടിച്ചോട്ടോ. വെറുതെടുത്തുകൊണ്ട് പോണാരോ. ഇത് കൊടുക്ക്, സീസർ കൊടുക്ക്. സീസറില്ലല്ലോ, ബീഡിയാണ്. ബീഡിയല്ലേ? അതേതാ വീട് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് വണ്ടിയിൽ പകുതിയെങ്കിലും കിട്ടിക്കോട്ടെ. അല്ലെ പോലീസുകാർ കൊണ്ടുപോയി വെറുതെ ഓര് കൊണ്ടുപോകും. തൊണ്ടി പോലെ എന്തിനാ വീട്ടിലേക്ക് കണക്കുണ്ടായിക്കോട്ടെ. ഞങ്ങൾ വാങ്ങും.